വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നല്ല തേങ്ങാക്കൊത്തും കുരുമുളകും വത്തൽമുളകും ഒക്കെ ഇട്ട് വെച്ച നല്ല നാടൻ ബീഫ് റോസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ ഇന്ന്. വീഡിയോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 പിടി ചെറിയ ഉള്ളി, 15ഓളം വെളുത്തുള്ളി, പിന്നെ ഒരു ഇഞ്ചി 5-6 പീസ്, പിന്നെ കുരുമുളക്, പെരുംജീരകം 1 ടീസ്പൂണോളം, ഇതെല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നല്ലതുപോലെ പേസ്റ്റ് ആക്കി അരയ്ക്കേണ്ട ആവശ്യമില്ല. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ബീഫ് നല്ലതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂണാണ്. മുളക് പൊടി കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി, കാരണം നമ്മൾ കുരുമുളക് പൊടി ഇട്ടിട്ടാണ് ഇത് വെക്കുന്നത് കൂടുതലും. പിന്നെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ആ ഒരു ഉള്ളിയൊക്കെ ഉണ്ടല്ലോ, അതും ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലും എല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് കൈ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റോളം ഇങ്ങനെ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ മസാലയൊക്കെ ബീഫിന് നല്ലതുപോലെ പിടിച്ച് വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നതുകൊണ്ട് തന്നെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അടച്ചു വെച്ചൊരു 5-6 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. അപ്പോൾ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല, ബീഫിൽ നിന്ന് ഇറങ്ങിയ വെള്ളമുണ്ട് ഇത്. ഇനി നമുക്കൊരു പാനോ കടായോ അടുപ്പിൽ വെച്ച് കൊടുക്കാം. അത് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകമാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് വത്തൽമുളക് 5-6 ആണ്. പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചിയും. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഈ ഒരു സമയത്ത് ഇതിലേക്ക് കറിവേപ്പിലയും പിന്നെ ചെറുതായി അരിഞ്ഞു വെച്ച ഉള്ളി ഒരു 15 എണ്ണത്തോളം എടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. 2 മിനിറ്റ് ഇങ്ങനെ വഴറ്റാം. ഇതിനു ശേഷം മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, പിന്നെ ക്രഷ് ചെയ്ത കുരുമുളക് 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച ഒരു ബീഫ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം കുറച്ചധികം ഉണ്ട് കേട്ടോ. വെള്ളം ചേർത്തിരുന്നില്ല, പക്ഷേ ഈ വെള്ളമെല്ലാം വറ്റി വരുന്നത് വരെ അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഒരു 5 മുതൽ 8 മിനിറ്റ് വരെ ഞാനിപ്പോൾ ഇത് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഇതിലേക്ക് ഒരു സവാള നീളത്തിൽ അരിഞ്ഞതും, ഒരു തക്കാളി ഇതുപോലെ അരിഞ്ഞതും, പിന്നെ ഒരു പച്ചമുളകും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ചൊന്ന് വേവിക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് മുളക് പൊടിയും പിന്നെ 1 ടേബിൾ സ്പൂണോളം ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഏറ്റവും അവസാനം ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ വിനാഗിരിയും അല്പം പഞ്ചസാരയും, ആ ഒരു എരിവെല്ലാം ബാലൻസ് ആവാൻ വേണ്ടിയാണ്. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് ഈ ഒരു ടൈമിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടോട് കൂടി തന്നെ നമുക്ക് സെർവ് ചെയ്യാം. ഇത് ഇപ്പോൾ പൊറോട്ടയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എല്ലാം അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.